ഒരു കാലത്ത് രാജ്യങ്ങളും ഇതിഹാസങ്ങളും നിറഞ്ഞ ഒരു നാട്ടിൽ പൂർവികരുടെ കഥകളോട് ഹൃദയം ബന്ധിച്ച ധായ് മാ എന്ന പെൺകുട്ടി തന്റെ ഭാവി സ്വപ്നം കണ്ടു. ഒരു സാധാരണ പെൺകുട്ടി എന്നതിലുപരിയായി അവൾ കൊതിച്ചു, ശക്തിയും നിഗൂഢതയും പ്രതിധ്വനിക്കുന്ന ഒരു പേര് അവൾ ആഗ്രഹിച്ചു. അവളുടെ മൂത്ത സഹോദരി ദ്രൗപദിയെ പലപ്പോഴും ദ്രുപദിന്റെ പുത്രി എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവളുടെ വേഗമേറിയ സുന്ദരമായ വിരലുകളാൽ പീസ് പൊതിഞ്ഞ് അവളെപ്പോലെയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൾക്ക് അസൂയയുടെ ഒരു തീപ്പൊരി തോന്നി. ദ്രൗപദി സുന്ദരിയും മഹത്വത്തിന് വിധിക്കപ്പെട്ടവളുമായിരുന്നു, ചരിത്രത്തിന്റെ ഗതി മാറ്റുമെന്ന് പ്രവചിച്ച ഒരു പെൺകുട്ടി. തനിക്കും ഒരു നായികയാകാൻ കഴിയുമോ എന്ന് ധൈമയ്ക്ക് അത്ഭുതപ്പെടാതിരിക്കാനായില്ല. ദ്രുപദ് രാജാവ് തന്റെ അതുല്യമായ രീതിയിൽ, പരുഷമായ രീതിയിൽ പോലും മക്കളെ സ്നേഹിച്ച പിതാവ് ഒരു രാജകുമാരിക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ദ്രൗപദിക്ക് നൽകി. എന്നിട്ടും ധായ് മാ അവളുടെ ഹൃദയത്തിൽ ഒരു വേദന വഹിച്ചവനിൽ നിന്ന് അവൾ അനുഭവിച്ച ആദ്യ നിരാകരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പരിഹരിക്കപ്പെടാത്ത വേദന. വളർന്നു വലുതായപ്പോൾ ഒരു ദിവസം സ്വന്തം കൊട്ടാരം ഭരിക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമാകുമെന്ന് അവൾ സ്വയം വാഗ്ദാനം ചെയ്തു. കറുത്ത നിറമുള്ള ദ്രൗപദിക്ക് പലപ്പോഴും ഭംഗിയുള്ള നിറങ്ങൾ മാത്രം ആഘോഷിക്കുന്ന സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് തോന്നി. പക്ഷേ തന്നെക്കാൾ ഇരുണ്ട സ്വന്തം തൊലിയുള്ള കൃഷ്ണന്റെ കൂട്ടുകെട്ടിൽ അവൾ ആശ്വാസം കണ്ടെത്തി. സമൂഹത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന ഒരു പ്രഭാവലയം അദ്ദേഹം വഹിച്ചില്ലേ. അവൾക്ക് 14 വയസ്സ് തികഞ്ഞപ്പോൾ ധൈര്യത്തോടെ അവളെപ്പോലൊരു രാജകുമാരിക്ക് ചരിത്രത്തെ രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന് ധൈമ കൃഷ്ണനോട് ചോദിച്ചു. ആ നിമിഷം അവൾക്ക് പ്രതീക്ഷയുടെ തിളക്കം തോന്നി. ദിവസങ്ങൾ വർഷങ്ങളായി ദ്രൗപദി ഒരു പ്രശസ്ത സുന്ദരിയായി പൂത്തു. പെട്ടെന്ന് ഒരിക്കൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ വിചിത്ര പെൺകുട്ടി ശ്രദ്ധാകേന്ദ്രമായി. അവളുടെ പ്രശസ്തിയിലേക്കുള്ള ഉയർച്ചയെ കൃഷ്ണ വിനോദത്തോടെ നിരീക്ഷിച്ചു. അതേസമയം അവരുടെ സഹോദരൻ നീതിയെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും നർമ്മബോധം കുറവായിരുന്നു, ആത്മാർത്ഥതയോടെ വീക്ഷിച്ചു. അച്ഛനും മകനും തമ്മിലുള്ള കഥകൾ പലപ്പോഴും അവരുടെ കുടുംബത്തിന്റെ പൈതൃകത്തിന്റെ കഥകളിലേക്ക് നീങ്ങി. മറ്റു കുടുംബ നാടകങ്ങൾ പശ്ചാത്തലത്തിൽ ഒളിഞ്ഞിരുന്നു, വരാനിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സൂചന നൽകി. അടുത്തുള്ള ഒരു രാജ്യത്ത് ഒരു യുവ രാജകുമാരൻ തന്റെ പിതാവിന്റെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ തീരുമാനിച്ചു. തനിക്കെതിരായ ഗൂഢാലോചനകൾക്കായി സദാ ജാഗ്രതയോടെ അദ്ദേഹം ഭരണം നടത്തി. ഒരു ദിവസം ദ്രുപദ് രാജാവ് കൗരവ വംശത്തിൽ നിന്നുള്ള ഒരു ആക്രമണത്തെ തുടർന്ന് പ്രക്ഷുബ്ധനായി വിധി അനുഗ്രഹിച്ച അല്ലെങ്കിൽ ശപിച്ച ഒരു യുവ രാജകുമാരൻ ഭരിച്ചു. കുരുക്ഷേത്ര യുദ്ധം ഭയാനകമായി, വെല്ലുവിളികളുമായി ഇഴചേർന്ന വിധികളുടെ കഥ. ഈ വലിയ കഥയ്ക്കുള്ളിൽ പാണ്ഡവരുടെ രാജകുമാരനും ദ്രൗപദിയുടെ നല്ല സുഹൃത്തുമായ ത്രി ഉണ്ടായിരുന്നു. പ്രതിഭാധനനായ ഒരു യുവ പോരാളിയുമായി ഏറ്റുമുട്ടലിൽ പിടിക്കപ്പെട്ട ത്രിക്ക് തന്റെ യജമാനന്റെ വംശപരമ്പരയെയും വിധിയെയും കുറിച്ച് ഉടനടി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ സ്വയംവരത്തിന് തയ്യാറെടുക്കുമ്പോൾ ദ്രൗപദിയുടെ നേരെ ശ്രദ്ധ തിരിയുന്ന അവളുടെ സാധ്യതയുള്ള കമിതാക്കളെ കാണിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടി. മത്സരത്തിൽ ആരു വിജയിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. അവളുടെ ഹൃദയം അനിശ്ചിതത്വത്താൽ പടർന്നു. മിന്നലുകൾക്കും പോരാട്ടങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അത് അവൾ കരുതുന്നതെല്ലാം എടുത്ത് ദേശത്ത് ഒരു മുറിവ് ഉണ്ടാക്കും. സ്വയംവരത്തിന്റെ ദിവസം അടുത്തപ്പോൾ താൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടെന്ന് ദ്രൗപദിക്ക് മനസ്സിലായി. തനിക്കുവേണ്ടി മാത്രമല്ല, ശക്തരും മാന്യരുമായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്ന അവളെപ്പോലുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു അടയാളം ഉണ്ടാക്കാൻ അവൾ തീരുമാനിച്ചു. ദ്രൗപദിയുടെ കൈക്കുവേണ്ടി കമിതാക്കൾ മത്സരിക്കുന്ന സമയം വന്നപ്പോൾ പാണ്ഡുവിന്റെ പുത്രന്മാരും 5 പാണ്ഡവരും അവരുടെ ബന്ധുവായ കർണനും സന്നിഹിതരായിരുന്നു. ദ്രൗപദി ഓരോ മത്സരാർത്ഥിയുടെയും നോട്ടം കണ്ടു, അവരുടെ കഴിവുകൾ അളക്കുകയും അവരുടെ ധീരത വിലയിരുത്തുകയും ചെയ്തു. രാജകുമാരന്മാരുടെ പ്രയത്നങ്ങൾ പ്രശംസനീയമായിരുന്നു, പക്ഷേ ഒരാൾ മാത്രമേ വിജയിക്കൂ. പിരിമുറുക്കം നിറഞ്ഞ ഓരോ നിമിഷവും ഉരുക്കിന്റെയും കരുത്തിന്റെയും തിളക്കത്തിന് ഇടയിൽ സംഭവിച്ച ഒരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. തങ്ങളുടെ പദവി ഉയർത്താനുള്ള അനിഷേധ്യമായ ഒരു ശ്രമം കൗരവരുടെ ഗൂഢാലോചന ഏകത്വത്തിന്റെ അപമാനത്തിലേക്ക് നയിച്ചു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപമാനത്തിൽ ദ്രൗപദിയെ വലയം ചെയ്യുന്ന ഒരു സംഭവം. ദുര്യോധനന്റെ ആളുകൾ അവളുടെ അന്തസ്സും മാനവും കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ക്രോധത്തിൽ ഒതുങ്ങി നിന്നു. അവളുടെ നിരാശയിൽ അവളുടെ ചിന്തകൾ കൃഷ്ണനിലേക്ക് പറന്നു. അവൻ എപ്പോഴും വാഗ്ദാനം ചെയ്തുപോലെ തന്നെ സഹായിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പ്രതികാരത്തിന്റെ മണൽപ്പരപ്പ് തീർന്നപ്പോൾ അവളുടെ ഹൃദയത്തിനുള്ളിലെ ഉറച്ച ഇച്ഛാശക്തിയായിരുന്നു അവശേഷിച്ചത്.
അവൾ നീതിക്കായി കൊതിച്ചവളുടെ ആഗ്രഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നരകമായി തീർന്ന ഒരു ആഗ്രഹം. ദ്രൗപദി തന്റെ ഹൃദയത്തെ ദൃഢനിശ്ചയത്തോടെ കവചമാക്കിയപ്പോൾ അവൾ ഒരു രാജകുമാരിയിൽ നിന്ന് ഹൃദയത്തിൽ ഒരു യോദ്ധാവായി രൂപാന്തരപ്പെട്ടു. വഞ്ചനയുടെ നിഴലിൽ കുടുങ്ങിയ മഹത്വത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങളാൽ ദ്രൗപദിയുടെ യാത്ര യുദ്ധസമയത്ത് അവളുടെ ഭർത്താക്കന്മാർ വിജയത്തിനായി ധീരമായി പോരാടുമ്പോൾ അവൾ അവളുടെ ശബ്ദം പ്രയോഗിക്കാൻ പഠിച്ചു. നേരിയതും ഭാരമേറിയതുമായ ചർച്ചകളിൽ അവൾ കോടതികളിൽ സ്വയം കേട്ടു. ഹൃദയവേദനയും നിരാശയും കൊണ്ട് ഭാരപ്പെട്ടപ്പോഴും തനിക്ക് ഇനിയും ഉയരാൻ കഴിയുമെന്ന് അവൾ മനസ്സിലാക്കി. അവൾ മറ്റുള്ളവർക്ക് ശക്തിയുടെ ഉറവിടമാകാം. എങ്കിലും അവളുടെ ജീവിതത്തിന്റെ ഭൂപ്രകൃതി പ്രക്ഷുബ്ധമായിരുന്നു. യുദ്ധത്തിലെ ഓരോ വിജയത്തിലും അവൾ ദുഃഖം നേരിട്ടു. ഓരോ സന്തോഷത്തിലും ഹൃദയഭേദകമായ നഷ്ടം വന്നു. യുദ്ധക്കളങ്ങൾ വീണുപോയവരുടെ നിലവിളികളാൽ നിറഞ്ഞു. വിജയം അതിന്റെ അനന്തരഫലത്തിൽ കൈപ്പേറിയത് പുതിയ പ്രതിസന്ധികളിലേക്ക് വഴിയൊരുക്കി. മിത്രങ്ങളും ശത്രുക്കളും ഒരുപോലെ വീഴുന്നത് അവൾ കണ്ടപ്പോൾ അവളുടെ വിധിയുടെ ഭാരം എന്നത്തേക്കാളും ഭാരമുള്ളതായി അവൾക്ക് തോന്നി. യുദ്ധാവസാനത്തോടെ ദ്രൗപദി അവളുടെ വിഷലിപ്തമായ സമ്മാനത്തെക്കുറിച്ച് മനസ്സിലാക്കി. അവൾ ഒരാളെയല്ല, 5 പേരെ വിവാഹം കഴിക്കും. അവളുടെ വിധി അവളുടെ പ്രണയങ്ങളുമായി മാത്രമല്ല, അവളുടെ ഹൃദയത്തോട് ഇറുകിയ അസൂയയുടെയും അധികാരത്തിന്റെയും ചക്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. തന്റെ ഭർത്താക്കന്മാരുടെ കടമകൾ ഒടുവിൽ അവളെ വേട്ടയാടാൻ മടങ്ങിവരുമെന്ന അറിവ് സമാധാന നിർമ്മാതാവാകാനുള്ള അവളുടെ സ്വപ്നങ്ങൾക്ക് നിഴലായി. അവളുടെ ബന്ധങ്ങളുടെ ഭാരത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത സത്യങ്ങളുടെ വികാരങ്ങൾ അവളുടെ ഉള്ളിൽ ഉയർന്നുവരും. അവളുടെ പ്രിയപ്പെട്ട അർജുൻ തന്റെ യാത്ര പ്രതീക്ഷിച്ചതിലും പ്രയാസകരമായി. അവരുടെ ജീവിതത്തിലേക്ക് അനിവാര്യമായും കടന്നുവന്ന ഇരുട്ടിലേക്ക് അവൾക്ക് എങ്ങനെ വെളിച്ചം കൊണ്ടുവരാൻ കഴിയും? അലഞ്ഞുതിരിയാൻ താമസിയാതെ അവളുടെ ഹൃദയം നിറഞ്ഞു. അവൾ ഏകാന്തതയ്ക്കായി കൊതിച്ചു. പന്തൽ കൊട്ടാരം ശക്തമായി നിന്നെങ്കിലും ഭാരമായി തോന്നി. റോയൽറ്റിയുടെ കെണിയിൽ നിന്ന് ഒരു നിമിഷം അവൾ സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്ര ആരംഭിച്ചു. പലപ്പോഴും അവളുടെ കണ്ണുനീർ നിലത്തെ നനയ്ക്കുകയും അവളുടെ ചിന്തകൾ കാറ്റിലേക്ക് മന്ത്രിക്കുകയും ചെയ്തു. അവൾ അതിൽ നിന്ന് തൊടാതെ പുറത്തുവരുമോ, അതോ അവളുടെ ഹൃദയം എന്നേക്കുമായി തകർന്നിരിക്കുമോ? അങ്ങനെ വേദനാജനകമായ പരീക്ഷണങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ദ്രൗപദി പരിണമിച്ചു. ആഗ്രഹത്തിലും നഷ്ടത്തിലും രൂപാന്തരപ്പെട്ടു. പുതിയ പ്രതിരോധശേഷി അവൾക്ക് ചുറ്റും മൃദുവായി തിളങ്ങി. കേവലം ദ്രുപദിന്റെ മകൾ മാത്രമല്ല, സമൂഹത്തിന്റെ പരിമിതികളുടെ ഘടനയിൽ നിന്ന് വീക്ഷിക്കുകയും ശക്തവും അചഞ്ചലവുമായി ഉയർന്നുവരികയും ചെയ്യുന്ന ഒരു അംഗീകൃത വ്യക്തിത്വം. അവളുടെ പേര് അവളുടെ ജനനത്തെ മാത്രമല്ല, അവളുടെ യാത്രയുടെ ഉഗ്രമായ പ്രതിധ്വനിയെയും പ്രതിഫലിപ്പിച്ചു. അവളുടെ കൂടെ നടന്നവരുടെ വിധികളെ സഹിച്ചു നിൽക്കുക മാത്രമല്ല, പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്യാനുള്ള അവളുടെ ആഗ്രഹങ്ങളാൽ രൂപപ്പെടുത്തിയ ഒരു മെലഡി. ദുരന്തം അവളുടെ ആനന്ദനിമിഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നിട്ടും കൃഷ്ണന്റെ മാർഗനിർദ്ദേശവും അവളുടെ അജയ്യമായ ചൈതന്യവും കൊണ്ട് ദ്രൗപദി അതിജീവിക്കുക മാത്രമല്ല, അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഇനിയും പറയാത്ത കഥകൾ സൃഷ്ടിക്കും. നിത്യതയിൽ പ്രതിധ്വനിക്കുന്ന പാഠങ്ങൾ. വർഷങ്ങൾ തണുത്തുറഞ്ഞപ്പോൾ കൊട്ടാരത്തിലെ സ്ത്രീകൾ തങ്ങളുടെ അജയ്യനായ രാജ്ഞിയുടെ കഥകൾ മെനയുമായിരുന്നു. വെല്ലുവിളികളുടെ സുഗന്ധം പരത്തുന്ന ലോകത്ത് നിലംപൊത്തിയ ഒരു സ്ത്രീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി. അവർക്കുവേണ്ടി സംസാരിക്കുന്നവൾ എന്ന നിലയിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടും. കഴിയില്ല, തോറ്റതോ ജയിച്ചതോ ആയ ഓരോ യുദ്ധത്തിലും, ചക്രവാളത്തിലേക്ക് നോക്കുന്ന ഓരോ നോട്ടത്തിലും ദ്രൗപദിയുടെ സ്വപ്നം പുതുതായി തുടങ്ങി. അവൾ അവളുടെ സ്വന്തം പൈതൃകമായി മാറും. ശക്തിയുടെയും അവബോധത്തിന്റെയും സ്ത്രീ അവളുടെ രാജ്യത്തിന് മേൽ പതിഞ്ഞ നിഴലുകൾ പ്രകാശിപ്പിക്കുന്നു. അവളുടെ യാത്ര വിദൂരമായിരുന്നു. വിധി അവളെ അജ്ഞാതത്തിലേക്ക് ആഴത്തിൽ വിളിച്ചപ്പോൾ ദ്രൗപദി തയ്യാറായി നിന്നവളുടെ അസ്തിത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള അരാജകത്വത്തിനിടയിലും ഒരു പുതിയ പാത വെട്ടിത്തെളിക്കാൻ അവളുടെ ഹൃദയം തയ്യാറായി. അവൾ മരണത്തിന്റെ അതിർവരമ്പുകൾ മറികടക്കുകയും തങ്ങളുടെ വിധികൾ രൂപപ്പെടുത്താൻ വരുന്നവർക്ക് ഒരു വഴിവിളക്കായി മാറുകയും ചെയ്യും. എല്ലായ്പ്പോഴും പോരാടുകയും എപ്പോഴും സ്നേഹിക്കുകയും എപ്പോഴും ഒരു രാജ്ഞി. അങ്ങനെ വിധിയുടെ ഇഴകൾ, സഹിഷ്ണുത, പരിശ്രമിക്കുന്ന ഹൃദയം എന്നിവയാൽ നെയ്തെടുത്ത യുഗങ്ങൾക്കായി ഒരു കഥ വികസിച്ചു. കാലത്തിലൂടെ പ്രതിധ്വനിക്കുന്നു. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുന്ന ഓരോ ആത്മാവിന്റെയും ഭാഗം.